ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 20 മാർക്കിന്റെ മിനി വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മിനി വർക്കൗട്ടിൽ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 20 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ എക്സലന്റ് കാറ്റഗറിയിലും, 18+ മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ വെരി ഗുഡ് കാറ്റഗറിയിലും, 16+ മാർക്കാണെങ്കിൽ ഗുഡ് കാറ്റഗറിയിലും, 14+ മാർക്കാണെങ്കിൽ ആവറേജ് കാറ്റഗറിയും, ബിലോ 14 ആണെങ്കിൽ ബിലോ ആവറേജ് കാറ്റഗറിയിലും ആയിരിക്കും. ഓക്കെ, വലിയ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, എളുപ്പമുള്ള പെട്ടെന്ന് നിങ്ങൾക്ക് വായിച്ചാൽ ഉത്തരമെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അത് പൗസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഞാൻ വായിക്കുന്നത് കേട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ 20 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ള കാര്യം മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു പ്രാക്ടീസ് ആയിട്ട് എടുത്താൽ മതി. എല്ലാം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, റാൻഡം ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയോ തെറ്റോ? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ശരിയോ തെറ്റോ? എഴുതുക പേപ്പറിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതുക. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണോ? ആണോ? ആണ്, ശരിയാണ്. രണ്ടാമത്തതും ശരിയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഞ്ചുതം കലാപവും, ആദ്യത്തെ സംഘടിത കലാപം ചോദിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപം തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം, 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ശരിയല്ലേടാ? അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയെന്ന് നമുക്ക് ആൻസർ വരും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം 1928 ശരിയാണോ? വൈക്കം സത്യാഗ്രഹം 1928 അല്ലല്ലേ? വൈക്കം സത്യാഗ്രഹം 1924 ആണല്ലേ? 24 അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 അത് ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 അതും ശരിയാണ്. ഓക്കെ, 36 ക്ഷേത്രപ്രവേശന വിളംബരം, 36 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 അതും ശരിയാണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. പാലക്കാട് ആനി ബസന്റ് അധ്യക്ഷയായിട്ടുള്ള ആദ്യത്തെ സമ്മേളനം. അവസാന സമ്മേളനം 1920 മഞ്ചേരിയിൽ വെച്ചിട്ടാണ് അവസാന സമ്മേളനം, അല്ലെങ്കിൽ അഞ്ചാമത്തെ സമ്മേളനം മഞ്ചേരിയിൽ. അത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ബി സി ഡി ഇതാണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. ബി സി ഡി. ഓക്കെ, അപ്പൊ സ്വന്തമായി ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പൊ ക്വസ്റ്റ്യൻ കണ്ടു, വീഡിയോ പൗസ് ചെയ്യുക, സ്വന്തമായി ചെയ്യുക. ഓക്കെ, അടുത്ത ശരിയായ ജോഡി എന്നാണ് ചോദ്യം. ആര്യ സമാജം രാജാറാം മോഹൻ റോയ്, സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. പിള്ളേരെ, ആര്യ സമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണോ ദയാനന്ദ സരസ്വതി ആണോ? ദയാനന്ദ സരസ്വതി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റല്ലേടാ? ഒന്നാമത്തെ പ്രസ്താവന തെറ്റല്ലേ? നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയല്ലേ? ഇനി ഇത് വെച്ചിട്ട് ഒരു പരിപാടിയുണ്ട്, നോക്കിയേ. എല്ലാം ശരി വരത്തില്ല, കാരണം ഒന്നാമത്തെ തെറ്റ്. 1, 2, 3 ശരി വരത്തില്ല, കാരണം ഒന്നാമത്തെ തെറ്റ്. 1, 4 ശരി വരത്തില്ല, കാരണം ഒന്നാമത്തെ തെറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ശരി. നമ്മൾ ഒരു സാധനം വെച്ചുകൊണ്ട്, ഒരൊറ്റ പോയിന്റ് വെച്ചുകൊണ്ട് നമ്മളുടെ ഉത്തരത്തിലേക്ക് എത്തി കേട്ടോ. ഇതാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് വലിയ ക്വസ്റ്റ്യനിൽ പോലും എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു ശരിയാണ്. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി ശരിയാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ അതും ശരിയാണ് അല്ലേ? അതും ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്ന് തിരിച്ചറിയുക. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും. മഞ്ഞുതീനി ചിനൂക്കാണ്. ഇത് നിങ്ങൾക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ് കേട്ടോ. ചിനൂക്കാണ് മഞ്ഞുതീനി. അതുപോലെ ചെളി തിന്നുന്നവൻ മിസ്ട്രലാണ്. ഡോക്ടർ എന്നറിയപ്പെടുന്നത് ഹർമാറ്റനാണ്. അതുപോലെ യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ് കേട്ടോ. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ് കേട്ടോ. പ്രാദേശികവാദം അല്ലെങ്കിൽ കാറ്റുകൾ ഞാനൊരു 10 മിനിറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും, പ്രധാനപ്പെട്ട SCRT പോയിന്റ്സ് ഒക്കെ. ഓക്കെ, കണക്ഷൻ വെച്ച് പറഞ്ഞുതരാം. അടുത്ത ചോദ്യം, ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. ആഗോള മർദ്ദമേഖലയിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല
മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ്. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ്. നമ്മൾ ഇതിനെ ഡോൾഡ്രംസ് എന്നൊക്കെ വിളിക്കും കേട്ടോ. ഡോൾഡ്രംസ് അല്ലെങ്കിൽ നിർവാത മേഖല എന്നൊക്കെ പറയുന്നത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു സാധനം ചോദിക്കും, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കുതിര അക്ഷാംശം. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കുതിര അക്ഷാംശം ഈ കൊടുത്തിരിക്കുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കുതിര അക്ഷാംശം. ഈ രണ്ട് സാധനങ്ങൾ മാറി മാറി ചോദിക്കാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി, ഗ്രീനിച്ചിലെ സമയം എത്രയെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ പൗസ് ചെയ്ത് ചെയ്തോണേ, അല്ലാത്തവർ ഞാൻ പറയുന്നത് കേട്ട് ചെയ്യുക. ഓക്കെ, ഉത്തരം കിട്ടിക്കാണും നിങ്ങൾക്ക്. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലോട്ടാണ് ഇന്ത്യൻ സമയം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി എന്നാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രീനിച്ചിലെ സമയമാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ ഗ്രീനിച്ച് സമയം 5.5 മണിക്കൂർ പുറകിലോട്ടായിരിക്കും. മനസ്സിലായോ? അതായത് 12 മണിയിൽ നിന്നും 5.5 മണിക്കൂർ കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടും 6:30 AM എന്ന്. കാരണം 12-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് 7 കിട്ടും. 7-ൽ നിന്ന് 30 മിനിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് 6:30 എന്ന് കിട്ടും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഉച്ചയ്ക്ക് 12 മണിയാണ്. അപ്പൊ പുറകിലോട്ട് പോകുമ്പോൾ നമുക്ക് രാവിലെയോട്ടാണ് പോകുന്നത്. അപ്പൊ 6:30 AM ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കിട്ടിയില്ലേ? പലരും തെറ്റിരിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലേക്കാണ് മാർക്ക് പോകുന്നത്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. കൽപ്പന ഏതാ പിള്ളേരെ? കൽപ്പന എന്നറിയപ്പെടുന്ന റിട്ട് മാൻഡമസ് ആണ് അല്ലേ? മാൻഡമസ് ആണ് ആൻസർ. ഹേബിയസ് കോർപ്പസ് നമുക്കറിയാം, ശരീരം ഹാജരാക്കുക. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക പ്രൊഹിബിഷൻ. കോവാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോവാറന്റോ എന്തധികാരത്തിൽ. കോവാറന്റ് എന്ന് വെച്ചാൽ എന്തധികാരത്തിൽ. സെർഷ്യോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം നൽകുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. റിട്ടുകളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10 മിനിറ്റ് ക്ലാസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം അവിടെ കിട്ടും. അടുത്ത്, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായതേത്? ഒന്നാമത്തെ പ്രസ്താവന, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി. ശരിയാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ശരിയോ തെറ്റോ പിള്ളേരെ? ശരിയാണ്. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. അതും ശരിയാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, അത് എല്ലാവർക്കും അറിയുന്നുള്ള പോയിന്റില്ല. അപ്പോൾ ഒന്ന് ശരിയാണ്. അപ്പോൾ ഒന്ന് ശരിയാണെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒന്നുണ്ട്, പിന്നെ നമുക്ക് എല്ലാം ശരിയാണ്, ആ പോയിന്റിലും ഒന്നുണ്ട് അല്ലേ. പിന്നെ രണ്ടാം സ്റ്റേറ്റ്മെന്റ്, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പം ബാക്കിയുള്ള ഓപ്ഷൻ, അതായത് നേരത്തെ നമ്മൾ ആ ഒന്നാമത്തെ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ബി കളയാം, സിയും കളയാം അല്ലേ. കാരണം ഇവിടെയും മാത്രമല്ലേ ഒന്നുള്ളൂ. രണ്ടാമത്തെ നോക്കിയപ്പോൾ രണ്ടാമത്തെയും ശരിയാണ്. MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എയും കളയാം. കാരണം രണ്ടാമത്തെ പോയിന്റ് അവിടെ പറയുന്നില്ല. ഓപ്ഷൻ എയും കളയാം, നമുക്കപ്പോൾ ഓപ്ഷൻ ഡി കിട്ടും. എല്ലാം ശരിയാണ്. ഇങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, പക്ഷെ പാടുള്ള പല ചോദ്യങ്ങൾ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരുപാട് വർക്കൗട്ടുകളിലൊക്കെ ഈ ഒരു ഐഡിയ വെച്ചൊക്കെ നമ്മൾ ഒരുപാട് പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ 10th മെയിൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിലെ പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ ഡിഗ്രി ക്വസ്റ്റ്യൻ വർക്കൗട്ട് അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ധാരാളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന കാണാൻ കഴിയും. ഓക്കെ, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ചോദ്യം മനസ്സിലായല്ലോ. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. പലർക്കും ചിരി എന്ന് പറഞ്ഞു കാണും. ചിരിയല്ല ആൻസർ. ഓപ്ഷൻ ഡി കൂട്ടാണ് കേട്ടോ. ചിരി എഴുതിയ ചിരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ, അതല്ല ഉത്തരം. ഓപ്ഷൻ ഡി കൂട്ടാണ്. ചിരി എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള പദ്ധതിയാണ് ചിരി കേട്ടോ. അതും കേരള പോലീസിന്റെ തന്നെയാണ്. നിരാമയ നിങ്ങൾക്കറിയായിരിക്കും, കേരളത്തില് അംഗപരിമിതർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. താലോലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള
മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് താലോലം. ഓക്കെ, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി അത് ആരോഗ്യ കിരണമാണ് കേട്ടോ. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്, SCRT ചോദ്യമാണ്. ഓപ്ഷൻ എ 2400 കലോറി. നഗരങ്ങളിലാണെങ്കിൽ 2400 കലോറിയും ഗ്രാമങ്ങളിലാണെങ്കിൽ 2400 കലോറി കേട്ടോ. നഗരങ്ങളിൽ 2100 നേരത്തെ പറഞ്ഞേ 2100, ഗ്രാമങ്ങളിലാണെങ്കിൽ 2400. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നഗരങ്ങളിലെ ആൾക്കാർ കൂടുതലും ഈ ഓഫീസ് ജോലികളാണ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് എനർജി അത്രത്തോളം ആവശ്യമില്ല. എന്നാൽ ഗ്രാമങ്ങളിലെ ആൾക്കാർ കൂടുതലും കായിക അധ്വാനം ആവശ്യമുള്ള ജോലികളാണ് ചെയ്യുന്നത്, സോ അവർക്ക് കൂടുതൽ എനർജി വേണം. അപ്പോൾ ഗ്രാമങ്ങളിൽ 2400ഉം നഗരങ്ങളിൽ 2100ഉമാണ് കേട്ടോ. ഓക്കെ, കൊള്ളാം. അടുത്ത, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ക്ലാസ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫോൾഡർ അത് കിടപ്പുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, പ്രീവിയസ് ചോദ്യമായിട്ട് പല തവണ വരുന്നുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയുടെ സംവിധാനമാണ് ലീഗൽ സർവീസ് അതോറിറ്റി. അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക വരുമോ? വരും. സൗജന്യ നിയമസഹായവും ഉപദേശവും അവരുടെ ലക്ഷ്യങ്ങളിൽ വരുന്നൊരു കാര്യമാണ്. നിയമബോധം പ്രചരിപ്പിക്കുക എന്നത് അവരുടെ ലക്ഷ്യമാണോ? അതും ആണ്. അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക, ശരിയോ തെറ്റോ? ശരിയാണ്. ഈ 3 പോയിന്റുകളും ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി, ഓൾ ദ എബോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാം ശരിയാവുന്നുണ്ടോ? 20 മാർച്ച് നിങ്ങൾ എക്സലന്റ് കാറ്റഗറി വരുമോ? അടുത്ത, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതാണ്? ഒരുപാട് തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ. പസമാജറി, പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് അല്ലേ? അപ്പം 3ാമത്തെ ഓപ്ഷനാണ് പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പം ഓപ്ഷൻ ബി വരും, only 3. ചെയ്യാൻ സമയം കിട്ടാത്തവർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വീഡിയോ പൗസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം, പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്, എന്തുകൊണ്ട്? പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുള്ള കാരണം എന്ന് പറഞ്ഞാൽ, മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറയും. അതായത് നമ്മുടെ ബോഡിക്കുള്ളിലെ രക്തക്കുഴലുകളെ മർദ്ദത്തെക്കാൾ അന്തരീക്ഷമർദ്ദം കുറയും. അപ്പം അതുകൊണ്ടാണ് രക്തക്കുഴലുകൾ പൊട്ടുന്നത്. അപ്പം അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലുമായതിനാൽ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയല്ലോ? അടുത്ത, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ കമ്മിറ്റിയൊക്കെ ഞാൻ റീസെൻ്റ് ആയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, 10 മിനിറ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ ഇത് കണ്ടോണേ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാന 8 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ശരിയല്ലേടാ? ശരിയാണ്, നമ്മൾ പഠിച്ചില്ലേടാ? 8 കമ്മിറ്റി, പ്രധാനപ്പെട്ടത് ടോട്ടൽ 22 കമ്മിറ്റി. ഓക്കെ, 8 കമ്മിറ്റിയുടെയും പിന്നെ പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ ചെയർമാന്മാരെയൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്. കണ്ടോ? അറിഞ്ഞുടങ്ങി പോയി കണ്ടുപിടിച്ചോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ആയിരുന്നാടെ? അല്ല, ജവഹർലാൽ നെഹ്റു അല്ല, അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അതായത് ഇവിടെ 1ാമത്തെയും 2ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. കിട്ടിയല്ലോ? അടുത്ത, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയല്ലേടാ? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരി. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ആയിരുന്നോ? അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. സുതാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. പറ്റുമായിരുന്നോ? ഇതിൽ പലർക്കും ഡൗട്ട് വന്നു കാണും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഡൗട്ട് വന്നാണ്. പിള്ളേരെ, അതും പറ്റുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ദ എബോ വരും. അടുത്ത്, കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നത് ശരി ഏതെന്നാണ് ചോദ്യം. കാനഡ എന്ന രാജ്യത്തെ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് നോക്കി വെക്കുക.
അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡയിൽ നിന്നാണ്. ശിഷ്ടാധികാരങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവശിഷ്ട അധികാരങ്ങൾ, റെസ്യൂഡറി പവേഴ്സ് എന്ന് പറയും. അതായത് യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ നമ്മൾ അവശിഷ്ട അധികാരം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഈ അവശിഷ്ടാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസ്യൂഡറി പവേഴ്സ് എന്ന് പറയും. ഓക്കെ, ആർട്ടിക്കിൾ 248 അത് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിലാണ് വരുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? കാനഡയിൽ നിന്ന് തന്നെയാണ്. നിർദ്ദേശ തത്വങ്ങൾ നമ്മൾ കാനഡയിൽ നിന്നാണ് അല്ല, അത് അയർലാൻഡിൽ നിന്നാണ് അല്ലേ. അപ്പൊ 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി വരും, ഓൺലി 1 and 2. കിട്ടിക്കാണല്ലോ. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം മൗലിക അവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശം മൗലിക അവകാശമല്ല. അപ്പോൾ ഓൺലി 1 and 2 ആണ് മൗലിക അവകാശം. ഓപ്ഷൻ എ ആൻസർ. ഇതൊക്കെ എല്ലാവരും കിട്ടും. അടുത്ത്, ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. എളുപ്പ ക്വസ്റ്റ്യൻ അല്ലേ? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ തെറ്റല്ലേ? നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയല്ലേടാ. നിങ്ങൾ നോക്കിയേ, ഓൾ ദ എബോ വരത്തില്ല, കാരണം ഒന്നാമത്തെ തെറ്റ്. ഒൺലി 1 and 2 വരത്തില്ല, കാരണം ഒന്നാമത്തെ തെറ്റ്, വെട്ടി. അടുത്ത് ഒൺലി 1 and 3 വരത്തില്ല, കാരണം ഒന്നാമത്തെ തെറ്റാണ്, ഡി വരത്തില്ല, വെട്ടി. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 2 and 3. ഓക്കെ, അതായത് ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഇത് ഇന്നത്തെ നാട്ടുകാർക്ക് കുറെ എണ്ണത്തിന് മനസ്സിലാവാറുണ്ട്, പ്രത്യേകിച്ച് കുറെ വാട്സപ്പ് അമ്മാവന്മാർക്കും ഫേസ്ബുക്ക് അമ്മാവന്മാർക്കും. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഇപ്പോൾ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അല്ലേ പിള്ളേരെ? അന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ്. ആണോ? അങ്ങനെയാണോ? 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ടതാണ് ലീഗ് ഓഫ് നേഷൻ അല്ലെങ്കിൽ സർവ്വരാഷ്ട്ര സഖ്യം. ഓക്കെ, അതിന്റെ പരാജയത്തെ തുടർന്നാണ് 2ാം ലോക മഹായുദ്ധം ഉണ്ടായത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന രീതിയിൽ രൂപം കൊണ്ടതാണ് UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന. അതായത് സർവ്വരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമി തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന. ശരി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി, അതും ശരിയാണ്, സെക്യൂരിറ്റി കൗൺസിൽ. ഈ UNOയുടെ ഘടകങ്ങൾ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും കേട്ടോ, അത് കണ്ട് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി വരും, ഓൾ ദ എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കാണും. അടുത്ത, ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? നിത്യഹരിത വിപ്ലവം, ഒരു ഡൗട്ട് വന്നു അല്ലേ? നിത്യഹരിത വിപ്ലവം, ഹരിത വിപ്ലവം അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളേ? നിത്യഹരിത വിപ്ലവം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കിടന്ന് കറങ്ങിക്കാണും. MS സ്വാമിനാഥൻ ഒരു ഡൗട്ട് വന്ന് കാണും. NB സിംഗ് ആണോ? NB സിംഗിന് എന്തോ ഒരു ചോദ്യം ഉള്ളത്. ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നാണ് NB സിംഗിനെ പറയുന്നത്. NB സിംഗിന് ഇവിടെ ആൻസർ ഏത് തന്നെയാണ്? MS സ്വാമിനാഥൻ തന്നെയാണ്. ഓക്കെ, MS സ്വാമിനാഥനാണ് ആൻസർ. ഓക്കെ, 20 ക്വസ്റ്റ്യൻ ആയില്ലടാ? 20 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അപ്പൊ പിള്ളേരെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ള കാര്യം ഒന്ന് എന്ത് ചെയ്താൽ മതി? കമന്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ കാറ്റഗറി ഒക്കെ ഓർമ്മയുണ്ടോ? 20 ശരിയാക്കിയവര് പേനെ വാടേ, 20 ശരിയാക്കിയവർ എക്സലന്റ്, 18+ ഉള്ളവർ വെരി ഗുഡ്, 16+ ഉള്ളവർ ഗുഡ്, 14+ ആണെങ്കിൽ ആവറേജ്, ബിലോ 14 ആണെങ്കിൽ ബിലോ ആവറേജ്. വിഷമിക്കേണ്ട, 14 താഴെയാണെങ്കിലും പഠിച്ചാൽ മതി, നിങ്ങൾ കയറി വരും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ഉറപ്പായും നിങ്ങൾ കയറി വരും. ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്ന് പഠിച്ചോ, കയറി വരും. നിങ്ങളെ സഹായിക്കാൻ ഞാനല്ല, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് രീതിയിൽ. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇതുപോലത്തെ വർക്കൗട്ട് ഇനിയും വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മിനി വർക്കൗട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, കാരണം നമ്മൾ റാൻഡമായിട്ട് പല ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുമ്പം കുറെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.